ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കടായി ചിക്കനാണ്. അതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും 1 തക്കാളിയും 1 ക്യാപ്സിക്കനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇനി അതിലേക്ക് പൊടികളായ മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, കുറച്ച് തക്കാളി സോസും 1 ടീസ്പൂൺ സോയാ സോസും. പൊടികളെല്ലാം ചേർത്ത് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം പാകമായതിനു ശേഷം അത് മറിച്ചിട്ട് കൊടുക്കാം. പാകമായതിനു ശേഷം ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ഉപ്പും കരിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിനു ശേഷം അതിലേക്ക് ക്യാപ്സിക്കൻ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളി സോസും സോയാ സോസും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടായി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം.